നമസ്കാരം. ബാജിഗർ വ്ലോഗിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്തു വെക്കുക. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നായ കോഴിക്കോടിനെ കുറിച്ചാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നാണ് കോഴിക്കോട്. കാലിക്കറ്റ് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന മലബാർ ജില്ലയുടെ തലസ്ഥാനമായിരുന്നു കോഴിക്കോട്. ഇന്ന് മലബാർ മേഖലയിലെ ഏറ്റവും വികസിത നഗരവും കോഴിക്കോട് തന്നെയാണ്. ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ നഗരം എന്ന പേരെടുത്തിരുന്നു കോഴിക്കോട്. അറബികളും തുർക്കികളും ഈജിപ്തുകാരും ചൈനക്കാരും തുടങ്ങിയ വിദേശികൾ ഇവിടെ വ്യാപാരം നടത്തിയിരുന്നു. സാമൂതിരിയാണ് ഏറെക്കാലം കോഴിക്കോട് ഭരിച്ചിരുന്നത്. 1957 ജനുവരി 1 കോഴിക്കോട് ജില്ല നിലവിൽ വന്നത്. ഏറെ സമ്പന്നമായ ചരിത്രമാണ് കോഴിക്കോടിനുള്ളത്. AD 1122 വരെ കോഴിക്കോട് ചേര സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു. ആ കാലത്തെ കേരളത്തിലെ ഏറ്റവും വലിയ തുറമുഖമായിരുന്നു കടലുണ്ടി. ഇതിനു മുമ്പുള്ള കാലഘട്ടം കോഴിക്കോടിന്റെ ഇരുണ്ട കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. ചേര സാമ്രാജ്യത്തിന്റെ പതനത്തിനു ശേഷം കോലത്തിരിയുടെ കീഴിലായി കോഴിക്കോട് ജില്ല. അതിനുശേഷം ഏറനാട് രാജാവിന്റെ കീഴിൽ ഇവിടെ ഒരു പട്ടണമായി വളർന്നു. അവരിവിടെ ഒരു കോട്ട പണിതു. പിന്നീട് ഈ രാജാക്കന്മാർ സാമൂതിരി എന്ന പേരിൽ അറിയപ്പെട്ടു. സ്വാമി നമ്പിയാതിരി തിരുമുൽപ്പാട് എന്നതിന്റെ ചുരുക്കരൂപമാണ് സാമൂതിരി. മികച്ച തുറമുഖം എന്ന നിലയിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പേരെടുത്തിരുന്ന ഈ ചെറു പട്ടണത്തിലേക്ക് വിദേശ സഞ്ചാരികൾ വന്നെത്തുകയുണ്ടായി. 14-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്നെ ചൈനീസ് സഞ്ചാരികൾ കോഴിക്കോട് വന്നെത്തിയതിന്റെ തെളിവുകളുണ്ട്. ഈ കാലത്ത് കോഴിക്കോട് സാമൂതിരി രാജാക്കന്മാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു. പിന്നീട് 1496 പോർച്ചുഗീസ് നാവികനായ വാസ്കോഡ ഗാമ പട്ടണത്തിൽ നിന്ന് 25 കിലോമീറ്റർ അകലെയുള്ള കാപ്പാട് തീരത്ത് കപ്പലിൽ ഇറങ്ങിയതോടെ കോഴിക്കോട് ലോക ചരിത്രത്തിൽ സ്ഥാനം നേടുകയും ചെയ്തു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ഇന്ത്യയിലെ പ്രധാന സ്റ്റേഷനുകളിൽ ഒന്നാണ്. എല്ലാ എക്സ്പ്രസ്സുകളും പാസഞ്ചറുകളും ഇവിടെ നിർത്താറുണ്ട്. യാത്രക്കാർക്ക് ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് മറ്റു പ്ലാറ്റ്ഫോമിലേക്ക് പോകുവാൻ ഫുട് ഓവർബ്രിഡ്ജ്, എക്സലേറ്ററുകൾ, 3 ലിഫ്റ്റുകളും ഈ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനുകളിലുണ്ട്. കോഴിക്കോട് നഗരത്തിൽ നിന്നും ബേപ്പൂർ തുറമുഖം 12 കിലോമീറ്റർ തെക്കുമാറി സ്ഥിതി ചെയ്യുന്നു. ലക്ഷദ്വീപിലേക്ക് ദിവസേന 2 യാത്രാ കപ്പലുകളാണ് പുറപ്പെടുന്നത്. ഒപ്പം വടക്കൻ കേരളത്തിലേക്കുള്ള ചരക്കു ഗതാഗതവും ഇവിടെ നിന്നാണ് നടക്കുന്നത്. ടിപ്പു സുൽത്താൻ മലബാർ കീഴടക്കി കോഴിക്കോടിന്റെ പേര് ഫറൂഖാബാദ് എന്നാക്കി മാറ്റി. എന്നാൽ ഇത് അധിക കാലം നിലനിന്നില്ല. ഫറൂഖാബാദ് പിന്നീട് ഫാറൂഖ് എന്ന പേരിൽ അറിയപ്പെട്ടു. ഫറൂഖ് കോഴിക്കോടിന്റെ തെക്കുഭാഗത്തുള്ള പട്ടണമാണ്. ഇവിടെ ടിപ്പു സുൽത്താന്റെ കോട്ടയുടെ അവശിഷ്ടങ്ങളും കാണാൻ കഴിയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.